സർ, ഇന്നലെ മുതൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായ ഒരൊറ്റ സംഭവത്തിന്റെ പുറത്ത് കഴിഞ്ഞ ദിവസം ടൗണിൽ ഒരു ബ്രാൻഡഡ് ഐറ്റം എവിടെ കിട്ടും എന്ന് പോലും അറിയാത്ത എന്റെ അമ്മ പോലും എന്നോട് ചോദിച്ചു, ടാറ്റയുടെ ഏറ്റവും വില കുറഞ്ഞ തുണി കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ കണ്ണൂര്, അതെവിടെയാണെന്ന്. അപ്പോൾ സുഡിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് സാധാരണക്കാർക്കിടയിൽ പോലും ഇന്നതൊരു ചർച്ചാ വിഷയമാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ തുണി ലഭിക്കുന്ന, നല്ല ക്വാളിറ്റിയുള്ള തുണി ലഭിക്കുന്ന ഒരിടം എന്ന് പ്രചാരിച്ചിരിക്കുന്നു. എന്റെ ഒരു ചോദ്യം, ISO ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ടാറ്റയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവരുണ്ടാക്കി കൊടുത്ത ഒരു പേര് കൂടിയല്ലേ അത്? ഇപ്പൊ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിൽ സ്റ്റുഡിയോയുടെ 1000 ഷോപ്പുകൾ തുറക്കാൻ പോവുകയാണ്. പുതിയ 1000 ഷോപ്പുകൾ. ഓരോ പഞ്ചായത്തിലും ഓരോ സ്റ്റുഡിയോ വരാൻ പോകുന്നു എന്നാണ്. അതായത് എത്ര പരസ്യം കൊടുത്താലും, എത്ര കോടി രൂപ കൊടുത്താലും കിട്ടാത്ത വലിയ ഒരു പരസ്യമാണ് ഇപ്പോൾ ടാറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ SIO ടാറ്റയെ സഹായിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നത്. അതായത് പുറമെ ടാറ്റാവിന്റെ വിരോധമൊക്കെ പറയുമെങ്കിലും SIOയും ടാറ്റയും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവര് ഒരു കലാപം ഉണ്ടാക്കുന്നു, പ്രക്ഷോഭം നടത്തുന്നു, കോഴിക്കോട്ട് സമരം നയിക്കുന്നു, വാർത്ത ഉണ്ടാവുന്നു. നാട്ടുകാർ അറിയാതിരുന്ന സ്റ്റുഡിയോ എന്താന്നുള്ളത് ഇപ്പൊ എല്ലാവരും അറിയുന്നു. ഇപ്പോ പ്രേക്ഷകർ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന് വെറും 250 രൂപയേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാ. അപ്പൊ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ സ്മാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ 250 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ ഷർട്ട് തരണമെങ്കിൽ സ്റ്റുഡിയോയ്ക്കും ടാറ്റയ്ക്കും മാത്രമേ പറ്റുള്ളൂ. അപ്പോ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം, അതും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സാധാരണ പാവപ്പെട്ട ഇന്ത്യക്കാരെ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കാൻ അർഹരാക്കി തീർക്കുന്ന ഒരു വലിയ മുന്നേറ്റമായിരുന്നു സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഈ സ്റ്റുഡിയോയ്ക്ക് പുറകിൽ ഒരു ചരിത്രമുണ്ട്. ആദ്യം ടാറ്റ ഉണ്ടാക്കിയത് സ്റ്റുഡിയോ അല്ല, വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയാണ്. അതായത് ഉന്നതന്മാർക്ക് വേണ്ടി മാത്രം ഏതാണ്ട് ഒരു ആയിരക്കണക്കിന് വിലയുള്ള വലിയ ഒരു സാധനം, വലിയൊരു ബ്രാൻഡായിരുന്നു ഈ വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞത്. അത് പൊളിഞ്ഞു പോയി. അത് ടാറ്റയുടെ ഒരു വലിയ മണ്ടത്തരായി പോയി. ആൾക്കാര് മൈൻഡ് ചെയ്തില്ല, തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴും ചിലയിടത്തൊക്കെ അത്ര ഷോറൂം ഉണ്ട്, പക്ഷെ ഷോറൂമുകളെല്ലാം പടപടാന്ന് അടച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് ബദലായിട്ട് സ്റ്റുഡിയോ വന്നു. സ്റ്റുഡിയോ കൊണ്ടുവന്നപ്പോൾ അവർ തീരുമാനിച്ചത് ഇതിന് വലിയ പരസ്യം കൊടുക്കുന്നില്ല, ഇതിന് വലിയ ഫണ്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നില്ല, ക്വാളിറ്റിയും വിലക്കുറവും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ വരെ എത്തിക്കുന്ന ചെറിയ ചെറിയ ഷോറൂംസ് ആണ്. സ്റ്റുഡിയോയിലൊക്കെ കയറിയാൽ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല, സ്റ്റാഫ് തീരെ കുറവാണ്, വലിയ ആഡംബര കൗണ്ടറുകളില്ല, വലിയ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി തുണി കിട്ടും, വളരെ വിലക്കുറവാണ്. സ്റ്റുഡിയോയിലെ ഏറ്റവും വില കൂടിയ ഐറ്റത്തിന്റെ വില എന്ന് പറയുന്നത് പോലും 1000 രൂപയ്ക്ക് താഴെയാണ്. 999 രൂപ അത് ടാറ്റ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1000 രൂപയുടെ ഒന്നുമില്ല, 1000ത്തിന് മുകളിലോട്ട് ഒന്നുമില്ല. അപ്പൊ 250 രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ ചെന്നാൽ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ ചെന്നാൽ പോലും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 250 രൂപയ്ക്ക് ഷർട്ടോ, എന്റെ നാട്ടിൽ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ 450 രൂപയാണ് കൊടുക്കുന്നത്. ഒരു ഷർട്ട് തുന്നി എടുക്കണമെങ്കിൽ 450 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് തുന്നിയ ഷർട്ട് 250 രൂപയ്ക്ക് കിട്ടും. ഞാൻ 4 മേടിച്ചു. 1000 രൂപയ്ക്ക് മേടിച്ചപ്പോൾ എനിക്ക് എന്ത് വലിയ ലാഭമാണ് ഉണ്ടായത്, എത്ര ക്വാളിറ്റിയാണ്. ഏതായാലും SIO സഹായിച്ച് ഇപ്പോ കേരളത്തിൽ പുതിയ 1000 സ്റ്റുഡിയോ ഷോറൂമുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഈ പരീക്ഷണം ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ഇനി SIOയുമായിട്ട് ടാറ്റ കരാർ ഒപ്പിടുമോ, വിദേശ രാജ്യങ്ങളിലും ഇത് തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. എന്തായാലും ഭയങ്കര ബുദ്ധിയാണ് ഈ SIOക്കാർക്ക്, സമ്മതിക്കണം. പക്ഷേ അതിന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ഇസ്രയേലിന് ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനുള്ള ഒരു ശ്രമം ടാറ്റ നടത്തുന്നു എന്നാണ്. പക്ഷേ അവിടെയാണ് ജയസൂര്യൻ സാർ പറഞ്ഞ സ്റ്റുഡിയോയിലേക്കുള്ള എല്ലാ സംശയങ്ങളും നീങ്ങുന്നത്. ടാറ്റയ്ക്ക് മറ്റൊട്ടനവധി എന്താ പറയാ വ്യവസായശാലകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ടാറ്റയ്ക്കുണ്ട്. അവിടേക്കൊന്നും ഇല്ലാത്ത ഒരു പ്രക്ഷോഭവും അല്ലെങ്കിൽ ടാറ്റയുടെ മറ്റു ഉൽപ്പന്നങ്ങളൊന്നും ബഹിഷ്കരിക്കാതെ സുഡിയോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം, അതൊക്കെയല്ലേ കൂടുതൽ സംശയത്തിനാക്കം കൂട്ടുന്നത്? അല്ല, അതിനേക്കാൾ വലിയ സംശയം വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലുലു മാൾ ഉണ്ടല്ലോ, ലുലു മാള് മലയാളിയുടെയാ, അത് മുസ്ലിമാണ്. അദ്ദേഹം ഇതേ ഇസ്രയേലില് മാളുകൾ തുറക്കാൻ വേണ്ടി ഇപ്പോൾ ഇസ്രയേൽ ഗവൺമെന്റുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും വിശ്വസിക്കണ്ട, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിമിന്റെ സ്വർണ്ണക്കടയുണ്ടല്ലോ, മലബാർ ഗോൾഡ് ഇപ്പോ ഇസ്രയേലിൽ കച്ചവടം തുടങ്ങിയിരിക്കുക, ഓൺലൈൻ കച്ചവടമാണ്. അപ്പോ ഇസ്രയേലുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന മലബാർ ഗോൾഡിന്റെ അവിടെ സമരമില്ല, ഇസ്രയേലുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലുലു മാളിന്റെ അവിടെ സമരമില്ല. സമരം ടാറ്റയ്ക്കെതിരെ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റേത് രണ്ടും ഞമ്മന്റെ ആൾക്കാരാണ്, അവിടെ നമുക്ക് സമരം വേണ്ട. ഇത് ടാറ്റയാണ്, നമ്മുടെ ആളല്ല, അതുകൊണ്ട് സമരം വേണം. ഇതല്ലേ ഇതിന്റെ പച്ചയായിട്ടുള്ള അർത്ഥം. ഇനി ഈ പറയുന്ന ആദർശം ഇത്ര ഗംഭീരാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിക്കരുത് ഇവരാരും. കാരണം പാസ്പോർട്ട് സർവീസ് മുഴുവൻ നടത്തുന്നത് ടാറ്റ കമ്പനിയാണ്. ഇന്ത്യയുടെ മുഴുവൻ പാസ്പോർട്ടും അതിന്റെ സർവീസിംഗ് എല്ലാം നടത്തുന്നത് ടാറ്റ കമ്പനിയാണ്. അപ്പൊ പാസ്പോർട്ട് ഉപയോഗിച്ചിടത്തും പോകാൻ പാടില്ലല്ലോ, എയർ ഇന്ത്യ കയറാൻ പാടില്ലല്ലോ, എയർ ഇന്ത്യ ടാറ്റയുടെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ യുക്തിഭദ്രമായിട്ടുള്ള ഒരു തീരുമാനമല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർ, ISOയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അവർ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ കാരണം എന്ന് തന്നെ പറയുന്നത് ഇസ്രയേലിനെ സഹായിക്കുന്നു, ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്നു എന്നൊക്കെയുള്ളതാണ്. കാരണം ISO പലസ്തീനെയാണ് അനുകൂലിക്കുന്നത്. നമുക്കറിയാലോ, ഒരു മുസ്ലിം സംഘടനയാവുമ്പോൾ എന്തായാലും അങ്ങനെയായിരിക്കും. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള പദ്ധതിயின் കീഴിൽ 1500ഓളം സംരംഭങ്ങളാണ് ഇസ്രയേലുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ISO പോലെയുള്ള മുസ്ലിം സംഘടനകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ തന്നെ ബഹിഷ്കരിക്കുമോ? അത് ശരിക്കും നല്ലൊരു ചോദ്യമാണ് നീതു ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സംസ്ഥാന സർക്കാർ ഇസ്രായേൽ സർക്കാരുമായി നേരിട്ട് കരാറുണ്ടാക്കുകയാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. കൂടുതലും അഗ്രികൾച്ചർ, ഫുഡ് പ്രൊഡക്ഷൻ, ബിസിനസ്, ഈ 3 മേഖലകളിലാണ് അവർ ഈ സംരംഭം ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾ പുതുതായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ബിസിനസ് എന്നുള്ള നിലയിൽ അതില് കേരള ഗവൺമെന്റിന്റെ വലിയ ഫണ്ടിങ് ഉണ്ട്, വലിയ സപ്പോർട്ട് ഉണ്ട്. ഗവൺമെന്റ് ആണ് ഇവർക്ക് വേണ്ടി, കേരള ഗവൺമെന്റ് ആണ് നേരിട്ട് ഇവർക്ക് വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്, ചർച്ചകളെല്ലാം നടത്തുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ആ ഗവൺമെന്റ് ടാറ്റയുടെ കാര്യം പറഞ്ഞതുപോലെ പരോക്ഷമായിട്ടൊന്നുമല്ല, ഇപ്പൊ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ പോലെ പരോക്ഷമായിട്ടൊന്നുമല്ല, നേരിട്ടാണ് പിണറായി വിജയന്റെ കേരള സംസ്ഥാന സർക്കാരും നെഹ്റുവിന്റെ ഇസ്രായേൽ സർക്കാരും നേരിട്ട് കരാർ ഒപ്പുവെക്കുകയാണ്, നേരിട്ട് ചർച്ച നടത്തുകയാണ്. 1-2 1500ഓളം സ്റ്റാർട്ടപ്പ് കേരള ഇസ്രായേൽ സഹകരണത്തോടു കൂടി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ കേരള സർക്കാരിനെതിരെ സമരം ചെയ്യണ്ടേ? ഇനി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ മടിയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുഴുവൻ മുസ്ലിം MLA-മാരുടെയും വീട്ടിലേക്ക് ഇവര് പ്രകടനം നടത്തണ്ടേ? മുഴുവൻ മുസ്ലിം MP-മാരെയും ബഹിഷ്കരിക്കണ്ടേ? കേരള ഗവൺമെന്റുമായി LDF-ഉമായിട്ട് സഹകരിക്കുന്ന മുഴുവൻ മുസ്ലിം പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് രാജിവെപ്പിക്കട്ടെ? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൽ അടക്കമുള്ള മുഴുവൻ മുസ്ലിം ജനപ്രതിനിധികൾക്ക് അവരുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക് മാർച്ച് നടത്തണ്ടേ? എന്താ നടത്താത്തത്? അപ്പോൾ അതിനുത്തരം പറയാൻ SIO ബാധ്യസ്ഥമാണ്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവര് ഐഡന്റിഫൈ ചെയ്ത് അതിനെതിരെയുള്ള നിലപാടാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ കേരള ഗവൺമെന്റ്, ഇസ്രായേൽ ഗവൺമെന്റ് തമ്മിൽ നേരിട്ട് സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വലിയൊരു കോൺട്രാക്ട്, വലിയൊരു ഡീല്, വലിയൊരു കരാർ നടത്തുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ ഒരു ആദർശം മുന്നോട്ട് വെക്കുമ്പോൾ ആ ആദർശത്തിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നതിന് പകരം അതിൽ ചില മതക്കാരെ മാത്രം ഒറ്റപ്പെടുത്തി, അവരുടെ ചില പ്രോഡക്റ്റിനെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു പോകും. അതിന് മറുപടി പറയാൻ SIO ബാധ്യസ്ഥരാണ്. യെസ്, എന്തായാലും ഈ ഒരു ISO എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് ജയസൂര്യൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സുഡിയോയ്ക്കെതിരെ ഇവർ നടത്തിയ പ്രക്ഷോഭം, പ്രതിഷേധമൊക്കെ സുഡിയോയ്ക്ക് വളരെയേറെ ഗുണം ചെയ്തു. ടാറ്റ ഇപ്പോൾ സുഡിയോയുടെ 1000ഓളം സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം തുറക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.